നാലാമത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. വ്യത്യസ്ത തരം പട്ടങ്ങളുടെ പ്രദർശനവും ഡ്രോൺ ഷോയും പിന്നണി ഗായകൻ ഹരിശങ്കറിന്റെ ലൈവ് കൺസേർട്ടും വാട്ടർ ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി. ജനപങ്കാളിത്തം കൊണ്ടും ഫെസ്റ്റിന്റെ ആദ്യ ദിനം ശ്രദ്ധേയമായി. ബേപ്പൂർ ബീച്ചിന്റെ തീരങ്ങളിൽ ആവേശം തീർത്ത് വാട്ടർ ഫെസ്റ്റിന്റെ 4ാം പതിപ്പ്. ഓരോ പതിപ്പിലും പുതുമയുള്ള ഫെസ്റ്റിൽ സാഹസിക കായിക മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തിയത്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഈ കോഴിക്കോട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പരിപാടി ഉണ്ടാവില്ല. വളരെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം ഇത്ര ക്രൗഡുള്ള ഒരിത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കൊറോണയുടെ ദിവസം കണ്ടിട്ടില്ല. വളരെ ഉഷാറാണ്. വെറൈറ്റിയുള്ള പട്ടം പറക്കലോ, അത് വേൾഡ് ലെവലിൽ തന്നെ നല്ല ടോപ്പ് സംഭവമാണ് ഇത് കണ്ടിട്ട്. കാരണം ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കാണാനുള്ള അവസരം ഒരുക്കി അതിന് ടൂറിസം മേഖലയ്ക്ക് വളരെ നന്ദി പറയുന്നു. ഓരോ കൊല്ലം ഓരോ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ കൊല്ലം ഡ്രോൺ ഷോ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്രോൺ ഷോ ഉണ്ട്, എയർ ഷോ ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ വെറൈറ്റി. എയർഫോഴ്സിന്റെ അഭ്യാസമായിരുന്നു മറ്റൊരു ആകർഷണം. ഫുഡ് ഫെസ്റ്റിവലിൽ നിറഞ്ഞു നിന്നത് കോഴിക്കോടിന്റെ തനത് വിഭവങ്ങൾ. വൈകിട്ടോടെ പിന്നണി ഗായകൻ ഹരിശങ്കറിന്റെ ലൈവ് കോൺസേർട്ടും അരങ്ങേറി. പിന്നാലെ ആദ്യ ദിനത്തെ ശ്രദ്ധാകേന്ദ്രമായ ഡ്രോൺ ഷോയും. MTയുടെയും മൻമോഹൻ സിംഗിന്റെയും നിര്യാണത്തിന് പിന്നാലെ മാറ്റിവെച്ചതായിരുന്നു വാട്ടർ ഫെസ്റ്റ്. 2 ദിവസമായി ചുരുക്കിയ ഫെസ്റ്റിന്റെ സമാപനം ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.